വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തങ്കലാൻ സിനിമ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ വീഡിയോയിൽ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ആൾ ഓപ്ഷൻ കാണും, അതിലും പ്രസ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹോം സ്ക്രീനിൽ ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്, അത്രയേ ഉള്ളൂ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അങ്ങനെ ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. തങ്കലാൻ സിനിമയുടെ ഡയറക്ടർ ആൻഡ് റൈറ്റർ പ രഞ്ജിത്ത്, ഡയലോഗ് അഴകിയ പെരിയവൻ, മ്യൂസിക് GV പ്രകാശ്, എഡിറ്റിംഗ് സെൽവ, സിനിമാറ്റോഗ്രാഫി കിഷോർ കുമാർ, അതുപോലെ ഈ സിനിമയുടെ സംഘട്ടനം അഥവാ സ്റ്റണ്ണർ സാം. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ കേരളീയനായ നമ്മുടെ അഭിമാന താരം ചിയാൻ വിക്രം, അതുപോലെ പാർവതി തിരുവോത്ത്, മാളവിക മേനോൻ, പശുപതി, ഡാനിയേൽ, പിന്നെ മറ്റു താരങ്ങളും. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. ഈ സിനിമ എടുത്ത ഡയറക്ടർ പ രഞ്ജിത്ത്, അതേപോലെ ഈ സിനിമയിൽ അഭിനയിച്ച പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ചിയാൻ വിക്രം, പാർവതി തിരുവോത്ത്, മാളവിക മേനോൻ, പശുപതി, ഇത്രയും പേർക്ക് ഈ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ. ഒരുപാട് ഹാർഡ് വർക്ക് ഇവർ ചെയ്തിരിക്കുകയാണ് ഈ സിനിമയിൽ. ഹാർഡ് വർക്കാണ് ഇത്. പണ്ട് നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ഒന്നുകൂടി എക്സാജറേറ്റ് ചെയ്ത് മായവിദ്യകളൊക്കെ വെച്ചുകൊണ്ട് ആ രീതിയിലെടുത്ത സിനിമയാണ് തങ്കലാൻ. അപ്പോൾ പണ്ട് നടന്ന ഈ സംഭവത്തിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന വേഷം, അതേപോലെ കാട്ടിൽ വസിക്കുന്നവരുടെ രീതിയിലുള്ള ഒരു പ്രത്യേക തമിഴ്, ആ തമിഴ് ഭാഷയുടെ ശൈലി തന്നെ വേറെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ശൈലിയിലുള്ള ഒരു ഭാഷ, പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഭയങ്കരമായ എക്സ്പ്രഷൻ കൊടുക്കേണ്ട ആക്ഷൻ എന്ന് പറഞ്ഞാൽ അഭിനയം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ 4 ക്യാരക്ടർ ചെയ്യാനുണ്ട്. ഈ 4 ക്യാരക്ടറല്ല, ഈ സിനിമയിൽ ഒരുപാട് ക്യാരക്ടറുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 ക്യാരക്ടറുകളെയാണ് ഞാൻ പറയുന്നത്. പിന്നെ മറ്റൊരാൾ കൂടിയുണ്ട് ഇതിൽ, ഒരു ഇംഗ്ലീഷ് നടൻ ഉണ്ട്, ഡാനിയേൽ പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനത്തെ വേഷങ്ങളല്ലെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ ഈ 4 പേർക്ക് ആ വേഷത്തിൽ, ഇപ്പോൾ ചിയാൻ വിക്രമിനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടാൽ വെറും ഒരു കോണക കൊടുത്തിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. അപ്പോൾ ഈ കോണക കൊടുത്തോണ്ട് ഇയാൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് പോയത്. ആ കോണകം ഉടുത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു വേഷമാണ്. പാർവതി തിരുവോത്ത്, അവരുടെ കാര്യം പറയുകയാണെങ്കിൽ അവരൊരു സാരി വെറുതെ ഇങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ, ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല, ബാക്കൊക്കെ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് അന്നത്തെ കാലത്തെ ആ വേഷം കാണിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ വേഷം അവർക്ക് ഇതിൽ ഉപയോഗിച്ചുകൊണ്ട് അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് അവർക്ക് അഭിനയിക്കണം. അത് അത്രയും പേരുടെ മുന്നിൽ ഈ വേഷത്തിൽ ആ ഒരു ഭാഷയിൽ അത്രയും എക്സ്പ്രഷനുകൾ കാണിച്ചുകൊണ്ട് അഭിനയിക്കുക എന്നുള്ളത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ്. അത് നന്നായിട്ട് പാർവതി തിരുവോത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചിയാൻ വിക്രമും അതേ ആ വേഷമായി തന്നെ, ഇപ്പോൾ ചിയാൻ വിക്രമും ആകട്ടെ, പാർവതി തിരുവോത്തും ആകട്ടെ, പശുപതിയും ആകട്ടെ, ഇവർ 3 പേരും ആ വേഷമായി തന്നെ മാറിയിട്ടുണ്ട്. ഗംഭീര അഭിനയമാണ്. അഭിനയം എന്ന് പറഞ്ഞാലും പോരാ, അഭിനയമാണ്. കാരണം ഈ ഭാഷ അത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ഈ ഭാഷ സംസാരിച്ചുകൊണ്ട് എങ്ങനെ. അതേസമയം ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത പ രഞ്ജിത്തിനെ സമ്മതിക്കുക തന്നെ വേണം. കാരണം ഒരു ടേക്കിലൊന്നും ഓരോ സീനും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഭാഷ സംസാരിച്ചുകൊണ്ട് ഈ വേഷത്തിൽ മറ്റുള്ളവരും മുന്നിൽ ഒരു ചമ്മലില്ലാതെ അത്രയും എക്സ്പ്രഷൻ കാണിച്ചുകൊണ്ട് അന്നത്തെ ആ കാട്ടിൽ വസിക്കുന്നവരുടെ രീതിയിലുള്ള ഒരു അഭിനയം ചെയ്യണമെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ ഓരോ ആക്ടേഴ്സും ഒരാൾ ചെയ്താൽ മറ്റേയാൾ തെറ്റിക്കും, മറ്റേയാൾ നന്നാക്കിയാൽ ഇയാൾ തെറ്റിക്കും. അതിന് സാധ്യതകൾ ഏറെയാണ്. അത് ആ സമയത്ത് ഡയറക്ടർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇവർ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ആ തെറ്റുകളൊക്കെ തിരുത്തി എടുത്തുകൊണ്ട് നമുക്ക് സിനിമ ഷൂട്ട് ചെയ്യുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അത് ഡയറക്ടർ അങ്ങനെയുള്ള ഏതൊരു തെറ്റും ഇല്ലാത്ത രീതിയിൽ ആ സിനിമ അതേ ശൈലിയിൽ എടുത്തിരിക്കുകയാണ്. ഒരു തെറ്റും അതിൽ വന്നിട്ടില്ല. ഇന്നത്തെ രീതിയിലുള്ള സംസാരം, ഇന്നത്തെ രീതിയിലുള്ള
ആ ഒരു ജനറേഷനിലുള്ള ഒരു ശൈലി ഉണ്ടല്ലോ, അതല്ല അന്നത്തെ രീതിയിലുള്ളത്, പണ്ടുള്ളത്. അപ്പോൾ ആ പണ്ടത്തെ രീതിയിൽ തന്നെ ചെയ്യണം. അതേപോലെ അതിനനുസരിച്ചുള്ള കൊറിയോഗ്രാഫി കൊടുക്കണം, അതിനനുസരിച്ചുള്ള പ്രദേശം തിരഞ്ഞെടുക്കണം. ഒരുപാട് പണിയുണ്ട്. അതൊക്കെ ഡയറക്ടറും ഈ സിനിമ എടുത്തിരിക്കുന്ന ഈ ടീം മൊത്തം വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ ആക്ടേഴ്സൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ സ്വർണ്ണക്കടയിൽ പോയിട്ട് സ്വർണം മേടിച്ചിട്ട് നല്ല മഞ്ഞ നിറം പറഞ്ഞിട്ട് കഴുത്തിലും കാതിലും എവിടെയൊക്കെ അണിയണോ അവിടെയൊക്കെ അണിഞ്ഞ് അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നു. പക്ഷേ ആ ഭംഗിക്ക് പുറകിൽ വലിയ വലിയ സംഭവങ്ങളുണ്ടെന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം നാട്ടുരാജാക്കന്മാർ സ്വർണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടി ഈ സ്വർണം യഥാർത്ഥത്തിൽ കുഴിച്ചെടുക്കുന്ന ആ ഒരു മക്കളെ, ആ ഒരു തൊഴിലാളികളെ എത്രത്തോളം അടിമകളായി വെച്ചിരിക്കുന്നു, എത്രത്തോളം അവരെ ചൂഷണം ചെയ്യുന്നു. അവരതൊക്കെ ഈ സ്വർണം കണ്ടുപിടിച്ച് അത് എടുക്കുന്നതിന് വേണ്ടി എത്ര വേദനകൾ, എത്ര യാതനകൾ, എത്ര മരണങ്ങൾ ഒക്കെ അനുഭവിക്കുന്നു, എത്ര കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു, അവരുടെ ജീവിതം എത്ര ദുരിതപൂർണമാണ് എന്നുള്ളതൊക്കെ ഈ സിനിമ അങ്ങനെ വരച്ച് കാട്ടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ശരിക്കും ആസ്വദിച്ച് തന്നെ പോകാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കഥയാണെങ്കിലും ഫുൾ VFX ആണ്. VFXൻ്റെ ഒരു മഴയാണ് ഈ സിനിമയിൽ. അപ്പോൾ മൃഗങ്ങൾ VFXൽ വരുന്നു, പാമ്പുകൾ, അതുപോലെ ഈ നമ്മൾ ട്രെയിലറിൽ ആ മാളവിക മേനോൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. അവർ ഈ സിനിമയിൽ ഒരു വലിയൊരു എന്താ പറയുക, ഒരു വലിയ മലയാണെന്ന് പറയാം. അങ്ങനെ ഒരു ക്യാരക്ടറാണ് മാളവിക മേനോൻ ലഭിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവസാനം വരെ ആ സിനിമയുടെ എൻഡ് എത്തുന്ന വരെയും അവരാണ് ഈ സിനിമയിൽ ഗർജിക്കുന്ന ഒരു എന്താ പറയുക, ഒരു രാക്ഷസി. ഈ നമ്മൾ ട്രെയിലറിൽ കണ്ടപ്പോൾ ഒരു അലർച്ച കണ്ടില്ലേ, ആ അലർച്ചയുടെ പിന്നിൽ വലിയ വലിയ സംഭവങ്ങളുണ്ട്. തിയേറ്റർ അങ്ങനെ കുലുങ്ങാണ്. ഈ അലർച്ച പല സമയത്തുണ്ട്. ആ അലർച്ച വരുമ്പോഴൊക്കെ അവിടെ ഉള്ളവരൊക്കെ ഓഫാവുകയാണ്. അതുപോലത്തെ അഭിനയമാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ മുഖം അലരുന്ന സമയത്ത്, അതേപോലെ അവർ അഭിനയിക്കുന്ന സമയത്ത്, ഓരോ ഭാവങ്ങൾ കാണിക്കുന്ന സമയത്തൊക്കെ ആ വേഷമായി തന്നെ മാറിയിരിക്കുകയാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഘോരമായ ഒരു അഭിനയമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തന്നെ മാളവിക മേനോൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ KGF സിനിമ കണ്ടു. അത് കോലാർ ഗനി ഫീൽഡിനെ സംബന്ധിച്ച സിനിമ തന്നെയാണ്. അതേപോലെ തന്നെ ഇതും കോലാർ ഗനി ഫീൽഡിനെ സംബന്ധിച്ച സിനിമ തന്നെയാണ്. പക്ഷേ ആ സിനിമയുടെ റേഞ്ച് വേറെ, ഈ സിനിമയുടെ റേഞ്ച് വേറെ. ആ സിനിമ പറഞ്ഞാൽ വെറും റൗഡികൾ അങ്ങനെ ഇങ്ങനെ, അത് ഒരു ഗംഭീര സിനിമ. അതേപോലത്തെ ഒരു ഗംഭീര സിനിമ തന്നെയാണ് ഇത്. പക്ഷേ ഇത് സത്യത്തിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആ തൊഴിലാളികളുടെ വേദനകളാണ്. ആ വേദനകളുടെ ഇടയിലൂടെയുള്ള ആക്ഷൻ രംഗം, ഗംഭീര ആക്ഷൻ രംഗങ്ങളാണ് കേട്ടോ. ഇവർ ഈ വടിയും ഇതൊക്കെ കുത്തിക്കൊണ്ടാണല്ലോ ഈ ട്രെയിലറിൽ കാണുന്നത്. പക്ഷേ അത് ഗംഭീര ആക്ഷൻ രംഗങ്ങളാണ്. ഓരോ നിമിഷവും ആക്ഷനാണ്. പിന്നെ ഈ സിനിമയിൽ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള സിനിമയാണെങ്കിൽ ഇതിന് ഗംഭീര BGM, മ്യൂസിക്, പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. ഈ സിനിമയിലെ ആദ്യത്തെ പാട്ട് തന്നെ വയലിൽ നെല്ല് കട്ട് ചെയ്യുന്ന ഒരു പാട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. അവർ ആ വേഷം ഇട്ടുകൊണ്ട് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ കേരളത്തിൽ സ്ത്രീകൾ പാട്ട് പാടിക്കൊണ്ട് ചെയ്യില്ലേ, ആ രീതിയിൽ തമിഴിലെ ഒരു പാട്ടാണ്. അത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ മറ്റു പാട്ടുകളും അതെ. സത്യം പറഞ്ഞാൽ ഈ സിനിമ കാണുമ്പോഴാണ് സ്വർണം എന്നത് മഞ്ഞ നിറമുള്ള ഒരു ഡെവിളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. നമ്മളത് കാണുമ്പോൾ അതിനുവേണ്ടി ആഗ്രഹിക്കുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ആ യാതനകൾ എന്താണെന്ന് അറിയുന്നില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ സ്വർണം മഞ്ഞ നിറമുള്ള രാക്ഷസിയാണ്, ഡെവിളാണ്. അത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എത്രത്തോളം ഈ സിനിമയിലുള്ള ക്യാരക്ടേഴ്സും ഈ സ്വർണത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യന് എപ്പോഴും സ്വാർത്ഥതയുണ്ടല്ലോ. അവർ പണത്തിനും സ്വർണത്തിനും വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം എല്ലാവർക്കും ഉണ്ട്. അത് ഈ സിനിമയിലെ ഓരോ ക്യാരക്ടറിനും ഉണ്ട്. പക്ഷേ അതിനുവേണ്ടിയുള്ള അമിതമായ ആഗ്രഹം നമ്മുടെ മരണം പോലും ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ നമ്മളെ ഈ സിനിമയിൽ അങ്ങനെ പിടിച്ചിരുത്തി ചിന്തിപ്പിക്കുകയാണ്. അതാണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരുടെയും പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചിയാൻ വിക്രം, പാർവതി തിരുവോത്ത്, മാളവിക മേനോൻ, പശുപതി,
ഇവരുടെ ഹാർഡ് വർക്കും അവരുടെ ആ ഒരു അഭിനയ മികവും കൊണ്ട് നമ്മളെ സിനിമാ തിയേറ്ററിൽ അങ്ങനെ പിടിച്ചിരുത്തി കളയുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ എടുത്തിരിക്കുന്ന ആ കൊറിയോഗ്രാഫി, അതുപോലെ ആക്ഷൻ, പിന്നെ VFX, അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ചിലർക്കൊക്കെ, മലയാളികൾക്ക് ചിലപ്പോൾ ആ ഭാഷ തമിഴ് അറിയാമെങ്കിലും കുറച്ച് തമിഴ് മനസ്സിലാവും, എല്ലാവർക്കും തന്നെ മനസ്സിലാവും. എന്നിരുന്നാലും ചില ഒരു ശൈലികളിലൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. പക്ഷേ നമ്മൾ ആ സിനിമ കണ്ട് അങ്ങനെ പോകുമ്പോൾ അത് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ല. അതുപോലെയാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ സ്വർണം മഞ്ഞ നിറമുള്ള ഭംഗിയുള്ള ഒരു ആഭരണമാണ് എന്നതിലുപരി സ്വർണം മഞ്ഞ നിറമുള്ള ഒരു ഡെവിളുമാണെന്ന് ഈ സിനിമ സൂചിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.